ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഏകപക്ഷീയമായ വകുപ്പ് തല നടപടികൾക്കെതിരെ അതിജീവന സമരം നടത്തുകയാണ് ടിപ്പർ വാഹന ഉടമകളും തൊഴിലാളികളും. ജോലി ചെയ്യിക്കുന്ന ഭൂവുടമകളെ സംരക്ഷിക്കുകയും കുടുംബം പോറ്റാൻ കഷ്ടപ്പെടുന്ന തങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിനെതിരെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിലൂടെ നീതി ലഭ്യമാകുമെന്ന് തന്നെയാണ് ടിപ്പർ വാഹന ഉടമകൾ പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തോടെ ബിജെപി ദേശീയ സമ്മേളനത്തിന് തുടക്കം. നീതി ലഭിക്കാൻ അതിജീവന സമരവുമായി ടിപ്പർ ലോറി ഉടമകളും തൊഴിലാളികളും. അധികൃതരുടെ ഏകപക്ഷീയ നടപടികൾക്കെതിരെ കളക്ടറേറ്റ് പടിക്കൽ നിരാഹാര സമരം. നിയമന നിരോധനം നീക്കി ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൽകാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. വിശദമായ വാർത്തകളിലേക്ക്. എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് തന്നെയാണ് ബിജെപി വളരുന്നതെന്ന് മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ. ആ വളർച്ചയുടെ ആക്കം കൂട്ടാൻ കോഴിക്കോട് നടക്കുന്ന ദേശീയ സമ്മേളനം ഉപകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് തന്നെയാണ് ബിജെപി വളരുന്നത്. ആ വളർച്ചയുടെ ആക്കം കൂട്ടാൻ ഈ സമ്മേളനം ഉപകരിക്കും. ബിജെപി എന്താണ്, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയപരിപാടികൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സമ്മേളനം തീർച്ചയായിട്ടും ഉപകരിക്കും. അതിജീവന സമരവുമായി ടിപ്പർ ലോറി ഉടമകളും തൊഴിലാളികളും രംഗത്ത്. റവന്യൂ, പോലീസ്, ആർടി അധികാരികൾ ടിപ്പർ വാഹന ഉടമകളോടും തൊഴിലാളികളോടും സ്വീകരിക്കുന്ന നയസമീപനങ്ങൾക്കെതിരെയും ഭൂവുടമകളുടെ ചൂഷണങ്ങൾക്കെതിരെയുമാണ് തൊഴിലാളികൾ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. കാലങ്ങളായി തങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭൂവുടമകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചാണ് ജില്ലയിലെ ടിപ്പർ ലോറി, എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ് ഓണർമാരും ഓപ്പറേറ്റർമാരും രംഗത്തിറങ്ങിയത്. റവന്യൂ വകുപ്പ് വർഷങ്ങളായി കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന വാഹനങ്ങൾ വിട്ടു നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. ടിപ്പർ, എക്സ്കവേറ്റർ വാഹനങ്ങൾ റോഡിൽ തടയുന്നത് നിർത്തലാക്കുക, അന്യായമായി മണ്ണെടുക്കുകയും വയൽ നികത്തുകയും ചെയ്യുന്ന ഭൂവുടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുക, ഭീമമായ സംഖ്യ കോഴ വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരമാണ് കോഴിക്കോട്ട് ആരംഭിച്ചത്. കളക്ടറേറ്റിനു മുന്നിൽ ആരംഭിച്ച സമരത്തിൽ ജില്ലയിലെ ടിപ്പർ ലോറി ഉടമകൾ അണിനിരന്നു. റവന്യൂ, പോലീസ്, ആർടി അധികാരികൾ ഈ മേഖലയിലെ വാഹനോടമകളോടും തൊഴിലാളികളോടും അനുവർത്തിച്ചു പോരുന്ന നയസമീപനങ്ങൾക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് ഇവർ പറയുന്നു. തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഭൂവുടമകളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഗതികേടാണ് ഇപ്പോഴുള്ളതെന്നും ഇതിന് മാറ്റമുണ്ടാകണമെങ്കിൽ ഇവർക്കെതിരെ അധികാരികൾ കർശന നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നു. ഞങ്ങളത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടാണ് ഭൂവുടമയുടെ നടപടി എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ നീർത്തടങ്ങളും വയലുകളും കുളങ്ങളൊക്കെ നിരത്തുന്നത് സംരക്ഷിക്കപ്പെടും. അവർ പല രാഷ്ട്രീയ അല്ലാതെ വ്യക്തിപരമായ കാരണങ്ങളും സ്വാധീനിച്ചുകൊണ്ട് നിരത്തുമ്പോൾ ഈ പണിക്ക് പോകുന്ന ഞങ്ങളാണ് ടിപ്പറുകാർ. ഞങ്ങൾ വാടകയ്ക്ക് പോകുന്നതാണ്. ഞങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ട് പെട്ടെന്ന് പൈസ ഈടാക്കാനുള്ള ഒരു മാർഗ്ഗമായി സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടിപ്പറും മറ്റു വാഹനങ്ങളൊക്കെ ഈ കടവെടുത്ത വാഹനങ്ങളൊക്കെ പിടിച്ചിട്ടുകൊണ്ട്. ഭൂവുടമകളുടെ കൂലിത്തൊഴിലാളികളായി പ്രവർത്തിക്കുന്ന ഇവർക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിടേണ്ടി വരുന്നത്. വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്താൽ വിട്ടുകിട്ടാത്ത അവസ്ഥയാണ് നിലവിൽ. ദിനംപ്രതി 10,000-കണക്കിന് വാഹനങ്ങൾ കളക്ടറേറ്റ്, പോലീസ്, താലൂക്ക് ആസ്ഥാനങ്ങളിൽ കിടന്ന് നശിക്കുന്നതും സ്ഥിരം കാഴ്ചയാണ്. ഇതിനൊരു പരിഹാരം കാണുന്നതുവരെ അതിജീവന സമരം തുടരാനാണ് തൊഴിലാളികളുടെ നീക്കം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം നടത്തുന്ന സൌജന്യ മത്സര പരീക്ഷാ പരിശീലന പരിപാടിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 25 വരെയാണ് പരിശീലന പരിപാടികൾ. കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് സൌജന്യ മത്സര പരീക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. 25 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലന പരിപാടിയിൽ
50 പേർക്കാണ് ഇത്തവണ അവസരം. സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 25 വരെ നീളുന്ന പരിശീലന പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഓഫീസുകളിലെ ഒഴിവുകൾ നികത്താൻ LDF സർക്കാർ നടത്തുന്ന കർമ്മ പരിപാടികളിലെ അവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. അർത്ഥത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇപ്പോഴുള്ളൊരവസ്ഥ വിവിധ തൊഴിലുകൾക്ക് അപേക്ഷകൾ ക്ഷണിക്കാൻ പോകുന്ന സന്ദർഭങ്ങളാണ്. കുറച്ചുകാലം അതുണ്ടായിരുന്നില്ല. തൊഴിൽ നിരോധനം ഇവിടെ ഉണ്ടായിരുന്നു. ജില്ലയിലെ അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കളെ വിവിധ മത്സര പരീക്ഷകൾക്ക് സജ്ജരാക്കുന്നതിനും വിജയം കൈവരിക്കുന്നതിനുമായി സഹായിക്കുക എന്നതാണ് പരിശീലന പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നത്. PSC നടത്തുന്ന LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ് തുടങ്ങിയ മത്സര പരീക്ഷകൾ കേന്ദ്രീകരിച്ചാണ് പരിശീലനം. പരിശീലന ക്ലാസുകളിലും വിഷയങ്ങളിലും പ്രാഗൽഭ്യം നേടിയ അധ്യാപകരാണ് 25 ദിവസം നീളുന്ന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് സെമിനാർ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ എംപ്ലോയ്മെന്റ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ മോഹൻ ലൂക്കോസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ PK മോഹനദാസൻ, വേണുഗോപാലൻ K, മീനാക്ഷി TT, P രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BJP ദേശീയ സമ്മേളന നഗരിയിൽ എത്തുന്നവർക്ക് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ കൈപുണ്യം രുചിച്ചറിയാം. 2 ദിവസങ്ങളിലായി 105ഓളം വിഭവങ്ങളാണ് പാചകപ്പുരയിൽ ഒരുങ്ങുന്നത്. സമ്മേളന നഗരിയിൽ പഴയിടം നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള കലവറയും സജ്ജമായി കഴിഞ്ഞു. O രാജഗോപാൽ MLA പാലുകാച്ചൽ കർമ്മം നിർവഹിച്ചതോടെ കലവറയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഈ സംരംഭവുമായി സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാ പ്രതിനിധികൾക്കും നേതാക്കന്മാരുടെയും അഭിവാദനവും ആശിസ്സും അനുഗ്രഹവും ഉണ്ടാവും. പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് സദ്യക്കുള്ള പച്ചക്കറികൾ എത്തിയിരിക്കുന്നത്. 2 ദിവസങ്ങളിലായി 105ഓളം വിഭവങ്ങളാണ് സദ്യയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് സദ്യ വിളമ്പുന്നതിനായി എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സംഘം ആളുകൾ വേറെയുമുണ്ട്. അദ്ദേഹം ആവശ്യപ്പെടുകയാണെങ്കിൽ ഏത് വിഭവവും അപ്പോൾ തന്നെ തയ്യാറാക്കാനുള്ള ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്നും പഴയിടം നമ്പൂതിരിയുടെ മകൻ യദു പറഞ്ഞു. നോർമൽ സദ്യയ്ക്ക് അപ്പുറം 30-30 വിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പം പ്രത്യേകത. അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ അദ്ദേഹത്തിന് വിളമ്പി കൊടുക്കാന്നുള്ളൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. കാരണം ഇലയിൽ വിളമ്പുമ്പോൾ ഇത്ര ഐറ്റംസ് സെർവ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടോ എന്നറിയില്ല. അപ്പം അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ നമുക്കുണ്ട്. അവരെ കൊണ്ടാണ് ബാക്കി സെർവിങ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു ജോയിന്റ് വെഞ്ചർ ഒരു കമ്പനി ഉണ്ട്. ഞങ്ങളിപ്പം ഈ ഫുഡ് സെർവിംഗ് ഫുൾ ചെയ്യുന്നത് 2 ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഈവോ പ്ലാൻസും ഒരു ഈവോ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അവരുടെ ഫുൾ സപ്പോർട്ട് നമ്മളിലുണ്ട്. വിളമ്പാനായിട്ട് ഏകദേശം 140 ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് വിളമ്പാൻ വേണ്ടി തന്നെ. പ്രധാനമന്ത്രിക്ക് വിളമ്പാനായി 51 വിഭവങ്ങൾ വേറെയുമുണ്ട്. 2 പന്തിയിലായി 1500 ആളുകൾക്കാണ് ഒരേ സമയം സദ്യ വിളമ്പുക. 180ഓളം ആളുകളാണ് കലവറയിൽ സദ്യവട്ടങ്ങൾ ഒരുക്കുന്നത്. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഇനി ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. BCC ഇന്റർനാഷണൽ, ദ ഗ്ലോബൽ സൊല്യൂഷൻ ഫോർ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് നീഡ്സ്. ഉദ്ഘാടനം സെപ്റ്റംബർ 28 ബുധനാഴ്ച കാലത്ത് 10 മണിക്ക് കോഴിക്കോടിന്റെ മേയർ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. BCC ഇന്റർനാഷണൽ, BCC എൻക്ലേവ്, മാവൂർ റോഡ്, കോട്ടുളി, കാലിക്കറ്റ്. ഒരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു.
ചെറുവണ്ണൂരിലെ കുട്ടികളുടെ പാർക്ക് കുട്ടികൾ തന്നെ വൃത്തിയാക്കി. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS അംഗങ്ങളാണ് കാടുവെട്ടിയും മാലിന്യം നീക്കിയും പാർക്ക് വൃത്തിയാക്കിയത്. ഏറെ നാളായി പാർക്ക് കാടുമൂടി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. കാടുകയറി നശിച്ച ചെറുവണ്ണൂരിലെ കോർപ്പറേഷൻ ചിൽഡ്രൻസ് പാർക്ക് വൃത്തിയാക്കാൻ ഒടുവിൽ കുട്ടികൾ തന്നെ രംഗത്തിറങ്ങി. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS അംഗങ്ങളാണ് പാർക്കിലെ കാട് വെട്ടാനെത്തിയത്. രാവിലെ എത്തിയ 25ഓളം വോളണ്ടിയർമാർ കാടുവെട്ടിയും മാലിന്യം നീക്കിയും പാർക്ക് വൃത്തിയാക്കി. കളിയുപകരണങ്ങളും ഇരിപ്പിടങ്ങൾക്ക് ചുറ്റും കുറ്റിച്ചെടികൾ വളർന്ന് വ്യാപിച്ചത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് കുട്ടികൾ ശ്രമദാനത്തിന് പദ്ധതിയിട്ടത്. പാർക്കിനകത്തും പുറത്തും പടർന്ന കാടുകൾ പൂർണ്ണമായും വെട്ടിമാറ്റി. മല്ലിക തിയേറ്ററിനോട് ചേർന്നുള്ള പാർക്കിൽ കുട്ടികൾക്ക് വേണ്ട ഊഞ്ഞാൽ, സ്ലൈഡർ, റൈഡർ എന്നിവയെല്ലാം ഉണ്ടെങ്കിലും പരിപാലനമില്ലാത്തതിനാൽ നാശത്തിന്റെ വക്കിലായിരുന്നു. ഒഴിവു സായാഹ്നങ്ങളിൽ ഒട്ടേറെ പേർ കുട്ടികളുമായി എത്തിയിരുന്ന ഉദ്യാനമാണിത്. ശുചീകരണ പ്രവൃത്തി PTA വൈസ് പ്രസിഡന്റ് KV മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ P ശശികുമാർ, സബ് ട്രഷറി അക്കൌണ്ടന്റ് P കിരൺ, M ഉണ്ണികൃഷ്ണൻ, T സജീവൻ, AT അബ്ദുൾ റഹീം, K അക്ഷയ്, M ആദർശ്, ആകാശ്, സഫ്വാൻ, ദിൽന, ഷേണി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി 3 നാൾ കേന്ദ്രഭരണം സാമൂതിരിയുടെ മണ്ണിലായിരിക്കും. രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം ഉറി ആക്രമണവും ചർച്ച ചെയ്യുന്ന സുപ്രധാന നിമിഷങ്ങൾക്കാണ് കോഴിക്കോട് സാക്ഷ്യം വഹിക്കുക. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് BJP ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം കടവ് റിസോർട്ടിൽ ചേർന്നതോടെ സമ്മേളനത്തിന് തുടക്കമായി. ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. തുടർന്ന് 3 മണിക്ക് ദേശീയ ഭാരവാഹികളുടെയും സംസ്ഥാന പ്രസിഡന്റുമാരുടെയും സംഘടനാ ജനറൽ സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നു. 24-ന് ഉച്ചവരെ തുടരും പ്രതിനിധികളുടെ ഈ യോഗം. രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം ഉറി ആക്രമണവും ഭാരവാഹി യോഗത്തിൽ ചർച്ചയാകും. ഈ യോഗങ്ങളായിരിക്കും ഞായറാഴ്ച ചേരുന്ന ദേശീയ കൌൺസിലിന്റെ അജണ്ട നിശ്ചയിക്കുക. ഒപ്പം കൌൺസിലിൽ അവതരിപ്പിക്കേണ്ട പ്രമേയങ്ങൾക്കും അന്തിമ രൂപമാകും. ശനിയാഴ്ച ഉച്ചയോടെ പ്രധാനമന്ത്രി നഗരത്തിലെത്തും. കടപ്പുറത്ത് ചേരുന്ന പൊതുസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഴയകാല ജനസംഘം പ്രവർത്തകരെയും അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാളികളെയും ആദരിക്കും. പ്രധാനമന്ത്രിയും അധ്യക്ഷനും ചടങ്ങിൽ പങ്കെടുക്കും. 25-ന് സ്വപ്നനഗരിയിലാണ് കൌൺസിൽ യോഗം ചേരുക. പാർട്ടിയുടെ വളർച്ചയും തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമടക്കം ഏറെ പ്രാധാന്യമുള്ള സമ്മേളനത്തിനാണ് കോഴിക്കോട് വേദിയാവുന്നത്. 3 ദിവസത്തെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി, ദേശീയ അധ്യക്ഷൻ, മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ അടക്കം 2000-ലേറെ പ്രതിനിധികൾ സന്നിധരാകും. 1967-ൽ ജനസംഘം കേരളത്തിൽ നടത്തിയ സമ്മേളനത്തിന്റെ 50-ാം വാർഷികാഘോഷം കൂടിയാണിത്. അതോടൊപ്പം ഹൈന്ദവ രാഷ്ട്രീയത്തിന് അടിത്തറയിട്ട ദീനദയാൽ ഉപാധ്യായയുടെ 100-ാം ജന്മദിനാഘോഷം കൂടിയാണ് കൌൺസിൽ. അരനൂറ്റാണ്ടു മുമ്പ് ആതിഥ്യം വഹിച്ച ജനസംഘം ദേശീയ സമ്മേളനത്തിന്റെ ഓർമ്മ പുതുക്കി BJP ദേശീയ കൌൺസിലിന് സാമൂതിരിയുടെ മണ്ണിൽ തിരശ്ശീലയുയർന്നു. അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രം 3 നാൾ കോഴിക്കോട് നഗരത്തിലായിരിക്കും. പഴുതുകളെല്ലാം അടച്ച് സുരക്ഷയൊരുക്കി പോലീസ് സന്നാഹവും ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം കോഴിക്കോട് നിന്നും നയൻതാര. കേരളത്തിൽ BJPക്ക് മുന്നോട്ടു പോകാൻ പരിമിതികളുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. DCC ഓഫീസിൽ കോൺഗ്രസ് നേതാവും MLA-യുമായിരുന്ന MP മൊയ്തീന്റെ ചിത്രം അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ കൌൺസിലിലൂടെ കേരളത്തിൽ മാറ്റമുണ്ടാക്കാമെന്ന BJP ധാരണ അസ്ഥാനത്താണെന്നും കേരളത്തിൽ അവർക്ക് പരിമിതിയുണ്ടെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോഴിക്കോട് DCCയിൽ NP മൊയ്തീന്റെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ജനതകളുടെ ചിന്താഗതി വിഭാഗീയതയ്ക്കും വർഗീയതയ്ക്കും എതിരാണ്. പരസ്പര വിശ്വാസവും സൌഹൃദവും കലർന്ന കേരള പാരമ്പര്യം മറികടക്കാൻ അവർ എന്ത് ശ്രമം നടത്തിയാലും വിജയിക്കില്ല. വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്ത് അധികാരത്തിൽ വന്ന BJP ഭരണകാലത്ത് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും അതിന്റെ ഗുണം ജനത്തിന് കിട്ടുന്നില്ല. പകരം എക്സൈസ് തീരുവ 3 ഇരട്ടി വർദ്ധിപ്പിച്ച് പെട്രോളിയം കമ്പനികളും സർക്കാരും വീതിച്ചെടുക്കുകയാണ്. കേരളത്തിൽ ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടിമറിച്ചുള്ള LDF ഭരണമാണ്. നാദാപുരത്തെ കൊലപാതകം നടന്ന് 40 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടുകയോ മന്ത്രിമാർ ആരെങ്കിലും അവിടെ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല. LDF ഭരണകൂടത്തിന് ജനാധിപത്യബോധവും സഹിഷ്ണുതയുമില്ല. ഏകാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അസ്ലം കൊലയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് KC അബു അധ്യക്ഷം വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ KP നിഷാദ്, PM അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് T സിദ്ദിഖ്, KP ബാബു, മൊയ്തീൻ മാസ്റ്റർ, KV സുബ്രഹ്മണ്യൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനസംഘം സമ്മേളനത്തിന്റെ ഓർമ്മ പുതുക്കലുമായി BJPയുടെ ദേശീയ സമ്മേളനം കോഴിക്കോട്ട് ആരംഭിച്ചു. സ്വപ്നനഗരിയിൽ നടക്കുന്ന സമ്മേളനത്തിന് കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോടിന് ഇത് ചരിത്ര മുഹൂർത്തമാണ്. ജനസംഘം രൂപീകരിച്ച സ്ഥലത്ത് തന്നെ ദേശീയ സമ്മേളനം നടക്കുന്നു.
1967 ജനസംഘം സമ്മേളനത്തിന്റെ ഓർമ്മ പുതുക്കലുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സമ്മേളനം സാമൂതിരിയുടെ നാട്ടിൽ നടക്കുകയാണ്. മുതിർന്ന ബിജെപി നേതാവും എംഎൽഎയുമായ ഒ രാജഗോപാൽ പൊതുസമ്മേളനത്തിന് പതാക ഉയർത്തിയതോടെ കോഴിക്കോട്ട് നഗരം സമ്മേളന നഗരിയായി മാറി. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് ബിജെപി ദേശീയ പ്രസിഡന്റ് അമിത്ഷായുടെ നേതൃത്വത്തിൽ കടവ് റിസോർട്ടിൽ തുടക്കമായി. സമ്മേളന ദിവസങ്ങളിൽ ഉറി ആക്രമണത്തിനെതിരെ ഇന്ത്യയുടെ മറുപടിയും രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. 24-ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോഴിക്കോട്ട് എത്തുന്നതോടെ സമ്മേളനം അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുകയും കോഴിക്കോട്ട് നഗരം രാജ്യത്തിന്റെ സ്ഥിരാകേന്ദ്രമായി മാറുകയുമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരും എത്തുന്നതോടൊപ്പം സ്വപ്നനഗരി പ്രധാനമന്ത്രിയുടെ ഓഫീസായി മാറുകയാണ്. ബിജെപി ദേശീയ അധ്യക്ഷന്റെ ഓഫീസ് 22-ന് തന്നെ കോഴിക്കോട്ട് പ്രവർത്തിച്ചു തുടങ്ങി. 25-ന് രാവിലെ സ്വപ്നനഗരിയിലെത്തുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും മുഴുവൻ സമയവും സ്വപ്നനഗരിയിൽ ഒരുക്കിയിട്ടുള്ള ഓഫീസിലും സമ്മേളന വേദിയിലുമായി ഉണ്ടാകും. ബിജെപിയുടെ മുഴുവൻ കേന്ദ്രമന്ത്രിമാരും മുഴുവൻ എംപിമാരും എത്തിയതോടെ രാജ്യതലസ്ഥാനത്തിന് സമാനമായി മാറി കോഴിക്കോട്ട്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ സമ്മേളന നഗരിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ നഗരവാസികൾക്ക് എല്ലാവർക്കും ഈ കാഴ്ച കാണാൻ അവസരമുണ്ടാവുകയില്ല. പൊതുസമ്മേളനം നടക്കുന്ന കടപ്പുറത്ത് മാത്രമാണ് മുഴുവൻ ജനങ്ങൾക്കും പ്രവേശനമുള്ളത്. സാമൂതിരിയുടെ തട്ടകത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ദേശീയ സമ്മേളനം ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രത്തിലെ പൊൻതൂവലാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9-ന് ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഇനി ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. BCC ഇന്റർനാഷണൽ, ദ ഗ്ലോബൽ സൊല്യൂഷൻ ഫോർ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് നീഡ്സ്. ഉദ്ഘാടനം സെപ്റ്റംബർ 28-ന് ബുധനാഴ്ച കാലത്ത് 10 മണിക്ക് കോഴിക്കോടിന്റെ മേയർ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. BCC ഇന്റർനാഷണൽ, BCC എൻക്ലേവ്, മാവൂർ റോഡ്, കോട്ടുളി, കാലിക്കറ്റ്. അണിഞ്ഞൊരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മാഗസിൻ കാസിൽ ഓഫ് കാറ്റസ് പ്രകാശനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ എ സജീവൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ ഒരുക്കിയതാണ് കാസ്റ്റിൽ ഓഫ് കാക്ടസ് കള്ളിമുൾ ചെടിയുടെ ഗേഹം എന്ന സർഗാത്മക സൃഷ്ടി. ഒരു വിദ്യാർത്ഥി സമൂഹം വെച്ചു പുലർത്തേണ്ട ബോധവും കാഴ്ചപ്പാടുകളുമാണ് മാഗസിനിലെ സൃഷ്ടികൾ അടയാളപ്പെടുത്തുന്നത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ എ സജീവൻ മാഗസിൻ പ്രകാശനം ചെയ്തു. ഈ ബേപ്പൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന ഒരു വല്ലാത്ത പാപഭാരവുമായിട്ട് നടന്നിരുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ പഠിച്ചതാണ് കുറെ കൂടി നന്നായിരുന്നത്. കാരണം ഇവിടെ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും വായിക്കണമെന്ന് തോന്നിയത്. ഇങ്ങനെ പോയാൽ പോരാ എന്ന ഉപദേശം കിട്ടിയിട്ട് ഇവിടുത്തെ സമയത്താണ്. പരിപാടികൾ പ്രിൻസിപ്പാളും ചീഫ് എഡിറ്ററുമായ PJ ലൂസി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എപ്പോഴും പരാതിപ്പെടാറുണ്ട്, വിദ്യാർത്ഥികൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, വെറും പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് ശരിയല്ല. വിദ്യാർത്ഥിനികളൊക്കെ ഇപ്പോൾ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റുഡന്റ് എഡിറ്റർ അനീഷ പുസ്തകം പരിചയപ്പെടുത്തി. പരിപാടിയിൽ PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷനായിരുന്നു. GVHSS HM ജീജ വി, PTA വൈസ് പ്രസിഡന്റ് KV മുസ്തഫ, പുരോഗമന കലാസാഹിത്യ സംഘം ബേപ്പൂർ മണ്ഡലം കൺവീനർ കരുവള്ളി ശശി, ജാഫർ NM എന്നിവരും അധ്യാപകരായ PV പ്രവീൺകുമാർ, മുഹമ്മദ് ഷിയാസ്, ഗീത MB, ഭാസ്കരൻ മാസ്റ്റർ, ഡോക്ടർ ശശികുമാർ എന്നിവരും പ്രസംഗിച്ചു. സ്കൂൾ ചെയർമാൻ വൈഷ്ണവ് V, പ്രദീപ് കുമാർ K എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ശ്രദ്ധയും ടീമും അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ.
BJP ദേശീയ കൌൺസിലിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടെത്തിയ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും തളി ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലായിരുന്നു ആദ്യ ദർശനം. ദൈവദശകം ചൊല്ലി അമിത്ഷാ ഗുരുമണ്ഡപത്തിൽ പ്രാർത്ഥിച്ചു. ദേശീയ കൌൺസിൽ സമ്മേളനത്തിന് കോഴിക്കോട്ടെത്തിയ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തളി ശ്രീകണ്ഠേശ്വര ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. വൈകിട്ട് 7 മണിയോടെയാണ് അദ്ദേഹം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ എത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ, മുൻ പ്രസിഡന്റ് PK കൃഷ്ണദാസ്, ദേശീയ ജനറൽ സെക്രട്ടറിമാരായ ഭൂപേന്ദ്ര യാദവ്, ശ്രീകാന്ത് ശർമ്മ എന്നിവരും കൂടെയുണ്ടായിരുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ, ഭാരവാഹികളായ എടക്കൊത്ത് സുരേഷ് ബാബു, KV അരുൺ, സുന്ദർദാസ് പറോളി, അനിരുദ്ധൻ എഴുത്തുപള്ളി, മഹിളാ മോർച്ച നേതാക്കളായ സിന്ധു രാജേഷ്, ജയ സദാനന്ദൻ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തളി ക്ഷേത്രത്തിൽ സാമൂതിരിയുടെ പേഴ്സണൽ സെക്രട്ടറി PK രാമവർമ്മ, മേൽശാന്തി പാട്ടം കൃഷ്ണൻ നമ്പൂതിരി, എക്സിക്യൂട്ടീവ് VM ചന്ദ്രദാസ്, വളയനാട് ക്ഷേത്രം മേൽശാന്തി N കേശവൻ മൂസദ്, PC കൃഷ്ണവർമ്മ രാജ, ബാലകൃഷ്ണ ഏറാടി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കടവൂർ റിസോർട്ടിൽ അമിത്ഷായെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് കുര്യൻ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തീർത്ഥാടനം പ്രകൃതിയിലുണ്ടാക്കുന്ന മുറിവുകളുടെ നേർക്കാഴ്ചകളുമായി ഫോട്ടോ ജേർണലിസ്റ്റ് NP ജയന്റെ ഫോട്ടോ പ്രദർശനം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ഡോക്ടർ MGS നാരായണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലേക്ക് പോകുന്നതിന് മുൻപ് ഓരോ ഭക്തരും കണ്ടിരിക്കേണ്ട ചില കാഴ്ചകളുണ്ട്. ഓരോ മണ്ഡലകാലത്തും ഭക്തർ ഉപേക്ഷിക്കുന്ന അവശിഷ്ടങ്ങളാൽ മാലിന്യമലയായി തീർന്ന ശബരിമലയിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കണ്ണു തുറക്കുകയാണ് ഫോട്ടോ ജേർണലിസ്റ്റായ NP ജയന്റെ ചിത്രങ്ങൾ. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ഭക്തർ തകർക്കുന്ന ശബരിമല എന്ന ഫോട്ടോ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. വയനാട് നെന്മേനിക്കുന്ന് സ്വദേശിയാണ് ജയൻ. പ്രദർശനം ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് ഭക്ഷിച്ച് ചെരിഞ്ഞ പിടിയാന മുതൽ വികൃതമായ പെരിയാർ ടൈഗർ റിസർവ് വനത്തിലെ കാഴ്ചകൾ വരെ ജയന്റെ ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. മണ്ഡലകാലത്ത് തിരക്കേറുമ്പോൾ നടന്നു ചെല്ലുന്ന ഭക്തർ ഈ മാലിന്യങ്ങൾ കണ്ടില്ലെന്ന് വരാം. പക്ഷേ മാലിന്യങ്ങളെല്ലാം കൊണ്ടുതള്ളുന്ന കാടിനുള്ളിലെ കാഴ്ചകൾ ജയൻ പകർത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കും പഴന്തുണിയും മാലിന്യവും നിറഞ്ഞ ശബരിമലയുടെ ആരും കാണാത്ത കാഴ്ചകളാണവ. 3 വർഷത്തിലധികമായി ശബരിമല സന്ദർശിച്ചെടുത്ത 7000-ഓളം ചിത്രങ്ങളിൽ 30 എണ്ണമാണ് പ്രദർശനത്തിലുള്ളത്. 1939 മുതൽ തിരുവിതാംകൂർ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ എടുത്ത ശബരിമലയുടെ ചിത്രവും അന്നത്തെ അവസ്ഥയും താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കാത്ത വിധം മാറിയിട്ടുണ്ട്. അന്ന് ഒരു അമ്പലം മാത്രമായിരുന്നു അതീവ പാരിസ്ഥിതിക മേഖലയായ ശബരിമലയിലുണ്ടായിരുന്നത്. ഇന്ന് വൻ കെട്ടിടങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ഭക്തർ എല്ലാ വർഷവും വന്നുപോകുന്ന തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഇന്ന് നേരിടുന്ന പാരിസ്ഥിതിക ഭീഷണി ഏറെ വലുതാണെന്നും ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ന്യൂഡൽഹി ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ, മുംബൈ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, ബംഗളൂരു ചിത്രകലാ പരിഷത്ത്, തിരുവനന്തപുരം കൾച്ചറൽ സെന്റർ എന്നിവിടങ്ങളിലും ഈ ചിത്രങ്ങൾ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പരിസ്ഥിതി സംഘടനകളുടെ സംഗമവേദിയായ കേരള പ്രകൃതി സംരക്ഷണ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രദർശനം. പ്രൊഫസർ T ശോഭീന്ദ്രൻ, MA ജോൺസൺ, ദിവാകരൻ, P മുസ്തഫ, NP ജയൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രദർശനം 26-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി അറിയിപ്പുകൾ. LD ക്ലർക്ക് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്റർ സൌജന്യ പരിശീലനം നൽകുന്നു. പട്ടികജാതി പട്ടികവർഗക്കാർക്കും 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള OBC OEC വിഭാഗക്കാർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ ഈസ്റ്റ് ഹിൽ യൂത്ത് ഹോസ്റ്റലിന് സമീപത്തെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ നിന്നും ലഭിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തോടെ BJP ദേശീയ സമ്മേളനത്തിന് തുടക്കം. നീതി ലഭിക്കാൻ അതിജീവന സമരവുമായി ടിപ്പർ ലോറി ഉടമകളും തൊഴിലാളികളും. അധികൃതരുടെ ഏകപക്ഷീയ നടപടികൾക്കെതിരെ കളക്ടറേറ്റ് പടിക്കൽ നിരാഹാര സമരം. നിയമന നിരോധനം നീക്കി ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൽകാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.